നല്ല തീ പാറുന്ന ആക്ഷൻ രംഗങ്ങളുള്ള കിടിലൻ 5 സിനിമകൾ. 2022 നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തു വന്ന ഫ്രഞ്ച് ആക്ഷൻ സിനിമയാണ് ലോസ്റ്റ് ബുള്ളറ്റ്. ഫാസ്റ്റ് ആൻഡ് ദ ഫ്യൂരിയസും ജോൺ വിക്കും കൂടി മിക്സ് ചെയ്താൽ എന്ത് കിട്ടും, അതാണ് ഈ സിനിമ. നല്ല കിടിലൻ ആക്ഷൻ രംഗങ്ങളുണ്ടെങ്കിലും സിനിമയുടെ കഥ അത്ര പോരാ. 2019 റിലീസ് ചെയ്ത ഒരു സിനിമയാണ് ബ്ലാക്ക് ആൻഡ് ദ ബ്ലൂ. സിനിമയിലെ മെയിൻ ക്യാരക്ടറായ പോലീസ് ഓഫീസറായ അലീഷ വെസ്റ്റ് കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ ഒരു കൊലപാതകം ചെയ്യുന്നതായി കാണുന്നു. വളരെ കുറച്ച് ആക്ഷൻ രംഗങ്ങളും പക്ഷേ നല്ല രീതിയിൽ സസ്പെൻസ് ഉള്ള ഒരു സിനിമയാണ് ബ്ലാക്ക് ആൻഡ് ദ ബ്ലൂ. ഈ സിനിമയിലുള്ള ആക്ഷൻ രംഗങ്ങളൊക്കെ വളരെ ഗ്രൗണ്ടഡ് ആണ്. 2017 ഇറങ്ങിയ ഒരു സൗത്ത് കൊറിയൻ ആക്ഷൻ സിനിമയാണ് ദ ഔട്ട്ലോസ്. 2004 ഈ സിനിമയുടെ കഥ നടക്കുന്നത്. ഡോൺ ലീ അഭിനയിച്ച ഈ സിനിമ ഒട്ടുമിക്ക പേരും കണ്ടു കാണും. ഈ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നല്ല കിടിലൻ ആക്ഷൻ സിനിമയാണിത്. ഒരുപാട് സിനിമകളുള്ള വലിയൊരു ഫ്രാഞ്ചൈസിയുടെ ഭാഗമാണ് ഈ സിനിമ. ഏകദേശം ഇപ്പോൾ തന്നെ 4ഓളം സിനിമകൾ ഈ ഫ്രാഞ്ചൈസിൽ നിന്നും പുറത്തു വന്നു കഴിഞ്ഞു. ആ 4 സിനിമകളും ആക്ഷന് നല്ല പ്രാധാന്യമുള്ള സിനിമകളാണ്. 2021 ഇറങ്ങിയ നല്ല കിടിലൻ ആക്ഷൻ സിനിമയാണ് നോബഡി. ഒരു നോർമൽ ഫാമിലി മാനായ ഹച്ച് മാൻസലിനെയാണ് നമ്മൾ സിനിമയിൽ കാണുന്നത്. അയാളെയും അയാളുടെ കുടുംബത്തെയും ഇല്ലാതാക്കാനായി അവിടെയുള്ള ഒരു വലിയ ഗാങ്സ്റ്റർ തീരുമാനിക്കുന്നു. ഇപ്പോഴാണ് സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ. സിനിമയുടെ തുടക്കത്തിൽ വെറും സാധാരണക്കാരനായി കണ്ട അയാൾ ഒരു പ്രൊഫഷണൽ അസാസിനായിരുന്നു. പിന്നെ അങ്ങോട്ട് സിനിമയിൽ ഫുൾ ആക്ഷനാണ്, അതും നല്ല ബ്രൂട്ടൽ ആക്ഷൻ രംഗങ്ങൾ. 2022 ഡേവിഡ് ലിഞ്ച് സംവിധാനം ചെയ്ത ആക്ഷൻ കോമഡി സിനിമയാണ് ബുള്ളറ്റ് ട്രെയിൻ. ഇതേ പേരിലുള്ള ഒരു ജാപ്പാനീസ് നോവലിൻ്റെ അഡാപ്റ്റേഷനാണ് ഈ സിനിമ. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബുള്ളറ്റ് ട്രെയിനിൻ്റെ അകത്താണ് ഈ സിനിമയുടെ കഥയുടെ ഭൂരിഭാഗവും നടക്കുന്നത്. ബ്രാഡ് പിറ്റ് ചെയ്യുന്ന ഒരു അസാസിനായ ലേഡി ബഗ് എന്ന പേരുള്ള ഒരു ക്യാരക്ടറാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം. എന്നാലും ഒരുപാട് കഥാപാത്രങ്ങളുള്ള വലിയൊരു സിനിമ തന്നെയാണ് ദ ബുള്ളറ്റ് ട്രെയിൻ. 1998 ഇറങ്ങിയ ഒരു അമേരിക്കൻ ക്രൈം ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ഡൈ ഹാർഡ്. ജോൺ മെക്കെയിൻ എന്നു പേരുള്ള ഒരാൾ ക്രിസ്മസിൻ്റെ പിറ്റേന്ന് സ്വന്തം ഭാര്യ വർക്ക് ചെയ്യുന്ന ഒരു ബിൽഡിങ്ങിലേക്ക് പോകുന്നു. അപ്പോഴാണ് ആ ബിൽഡിംഗ് ഒരു കൂട്ടം തീവ്രവാദികൾ ടേക്ക് ഓവർ ചെയ്യുന്നത്. ജോൺ മെക്കെയിൻ അതിനിടയിൽ പെട്ടുപോകുന്നു. ഏറ്റവും കൂടുതൽ ആക്ഷൻ സിനിമകളെ സ്വാധീനിച്ച ഒരു സിനിമ കൂടിയാണ് ഡൈ ഹാർഡ്. ഈ സിനിമയും ഒരുപാട് സിനിമകളുള്ള വലിയൊരു ഫിലിം ഫ്രാഞ്ചൈസിൻ്റെ ഭാഗമാണ്. ഈ വർഷം റിലീസ് ചെയ്ത ഏറ്റവും നല്ലൊരു സിനിമയാണ് മങ്കി മാൻ. ഈ സിനിമ സംവിധാനം ചെയ്തതും ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നതും അതുപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതും ദേവ് പട്ടേലാണ്. പൂർണ്ണമായും ഇന്ത്യയിൽ നടക്കുന്ന ഒരു കഥ പറയുന്ന ഒരു സിനിമയാണിത്. അതുപോലെ തന്നെ ഈ സിനിമയുടെ കഥയിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് ഇന്ത്യൻ പൊളിറ്റിക്സ്. അതുകൊണ്ട് തന്നെ ആവാം ഇന്ത്യയിൽ ഈ സിനിമ റിലീസ് ചെയ്യാനുള്ള അനുമതി ലഭിക്കാത്തത്. ഫേമസ് തബലിസ്റ്റായ സക്കീർ ഹുസൈൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. സിനിമയുടെ കഥയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു നോർമൽ റിവഞ്ച് സ്റ്റോറി തന്നെയാണ്. പക്ഷേ ആ ടിപ്പിക്കൽ സ്റ്റോറിയെ സിനിമ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിലാണ് കാര്യം. ഈ സിനിമയുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അടിപൊളിയാണ്. ഈ സിനിമയുടെ ഡയറക്ഷൻ, ആക്ഷൻ, മ്യൂസിക്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കാനായി മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ വേഗം വരുന്നതായിരിക്കും.